ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടുള്ള നല്ലൊരു പ്രാർത്ഥന ഞാനിന്ന് പറഞ്ഞുതരാം. ഈ പ്രാർത്ഥന നിങ്ങൾ സേവ് ചെയ്തു വെച്ചോ. നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ച ചിലരെങ്കിലും ജീവിതത്തിലുണ്ടാകും. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും കണ്ണു നിറയുന്നുവെങ്കിൽ, മനസ്സിൽ ദേഷ്യം തോന്നുന്നുവെങ്കിൽ, അവർ കാരണമാണല്ലോ എനിക്ക് ഈ അവസ്ഥ വന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ മനസ്സിനെ, ഓർമ്മകളെ ഇന്ന് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കുറച്ച് ദിവസം ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് ചൊല്ലൂ. ഉറപ്പായും ക്ഷമിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ വലിയ അനുഗ്രഹങ്ങളും നിങ്ങളെ തേടിയെത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോയെ, കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്തുവല്ലോ. ക്ഷമാശീലനായ അങ്ങയെ അനുകരിച്ചുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കാനും ഞാൻ ദ്രോഹിച്ചിട്ടുള്ളവരോട് ക്ഷമ ചോദിക്കാനുമുള്ള കൃപ തരണമേ. ഞാൻ ശത്രുക്കളോട് ക്ഷമിക്കുകയാണെങ്കിൽ അവരുടെ ദ്രോഹങ്ങൾ ഒന്നും എന്നെ ഏൽക്കുകയില്ലെന്നും ശത്രു തരുന്ന സഹനം ക്ഷമയോടെ സ്വീകരിച്ചാൽ അതെനിക്ക് അനുഗ്രഹവും എതിരാളിക്ക് അവമാനസാന്തരത്തിന് കാരണവുമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകമായി ഞാൻ ക്ഷമിച്ചു പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി ആരാണോ അവരെ നിങ്ങൾ ഈ സമയം മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ആളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ക്ഷമയുടെ അരൂപിയെ വർഷിക്കണമേ. ആമേൻ. ഇനി 3 സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയം, 3 ത്രിത്വസ്തുതി. ഇത്രയും ചൊല്ലി ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്കറിയാമോ, സഹോദരനോട് മനസ്സിലുള്ള ശത്രുത ഒരു രഹസ്യപാപമാണ്. ആരും അറിയാതെ ചെയ്യുന്നതും എന്നാൽ ദൈവമഹത്വത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുന്നതുമായ പാപം. എന്നാൽ ഈ പാപത്തെ മറികടക്കാൻ സഹായിക്കുന്ന പുണ്യമാണ് ക്ഷമ. ക്ഷമ ജീവിതത്തിൽ അഭ്യസിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അനേകം ഗുണങ്ങളും നന്മകളും നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അത് ഏതൊക്കെയാണെന്ന് പറയാം. അബദ്ധം സംഭവിച്ചായാലും മനഃപൂർവ്വമായാലും ഒരാൾ ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ നാം തയ്യാറായാൽ നാം വലിയ മനസ്സിന് ഉടമകളാകുന്നു എന്നാണ് അർത്ഥം. കാരണം തെറ്റ് മനുഷ്യ സഹജവും ക്ഷമ മഹത്വ ലക്ഷണവുമാണെന്നാണല്ലോ പറയുന്നത്. ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് യഥാർത്ഥത്തിൽ ശക്തന്മാർ. അതുപോലെ തന്നെ നമുക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായാൽ, നമ്മൾ മൂലം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവരോട് ക്ഷമ പറയാനും തെറ്റു തിരുത്താനും വീണ്ടും ആവർത്തിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഞാനെന്ന ഭാവം വിടിഞ്ഞാലേ ഇത് രണ്ടും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിനെല്ലാം പുറമെ ക്ഷമ വഴി നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യമാണ് സംരക്ഷിക്കുന്നത്. കാരണം വെറുപ്പും ദേഷ്യവും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അസ്വസ്ഥമാക്കുന്നു. ദുർബലന് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമ ശക്തന്റെ ആയുധമാണെന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകളും നമുക്ക് മറക്കാതിരിക്കാം.